കിടക്കാം. എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ബോധിതോട് ആ മന്ത്രവാദി പറയാണ്, നീയെ ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം, അതും ഒറ്റ കാലിൽ നിൽക്കണം, അത് 2 മണിക്കൂർ, എന്നാലേ നിന്റെ ഈ ശരീരത്തിൻ്റെ ദുഷ്ടശക്തി പോവുള്ളൂ എന്ന് ബോധിതോട് പറയുമ്പോൾ ബോധിത ത്രിലോചനോട് പറയാണ്, എനിക്കിതിൽ ഇറങ്ങി നിൽക്കാൻ പേടിയാണ്, ഒറ്റക്കാലിലൊന്നും എനിക്ക് നിൽക്കാനേ പറ്റില്ല, പിന്നെ നല്ല തണവുള്ള വെള്ളമല്ലേ, പുകയൊക്കെ വരുന്നുണ്ട്, അത്രയും തണവുണ്ട് അതിന് ആ വെള്ളത്തിന് എന്നിങ്ങനെ ത്രിലോചനോട് പറയുമ്പോൾ ത്രിലോചന് ആ മന്ത്രവാദിയോട് പറയുന്നുണ്ട്, അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾ ഒറ്റക്കാലിലൊക്കെ എങ്ങനെ ഇപ്പോൾ അതിലിറങ്ങി നിൽക്കുക, അവൾ 2 കാലിൽ നിൽക്കാൻ പറ്റുമോ, അത് 2 മണിക്കൂറൊക്കെ കുറേ കൂടുതലല്ലേ എന്നിങ്ങനെ ത്രിലോചന് ആ മന്ത്രവാദിയോട് പറയുമ്പോൾ മന്ത്രവാദി നല്ല ദേഷ്യപ്പെടുന്നുണ്ട് ത്രിലോചനോട് പറയാണ്, എന്താ നിങ്ങൾ പറയുന്നത്, അവളുടെ ഇതൊക്കെ ചെയ്താലേ അവളുടെ ഇതൊക്കെ മാറുള്ളൂ, ഈ ചീത്ത സ്വഭാവമൊക്കെ മാറുള്ളൂ, അവളുടെ മേത്തുള്ള ദുഷ്ടശക്തി ഒഴിഞ്ഞു പോകണമെങ്കിൽ ഇത് ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കണം, അവൾ അതിൽ ഇറങ്ങി നിന്നേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളോട് ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയാണ്, മോളെ ഇതിൽ ഇറങ്ങി നിൽക്ക്, ആകെ 2 മണിക്കൂറിൻ്റെ കാര്യമല്ലേ, നീ ഇപ്പോൾ അതിൽ ഇറങ്ങി നിന്നിട്ട് ഈ തപസ്യൊക്കെ ചെയ്താൽ എന്താ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയില്ല, അപ്പം നീ അതിലിറങ്ങി നിൽക്കുന്ന ത്രിലോചൻ അവളോട് പറയാണ്. അപ്പോൾ അവൾ അതിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്, എന്നിട്ട് അവൾ ആകെ നല്ല തണവാണ് ആ വെള്ളത്തിന് ഉണ്ടാവുക, അപ്പം നിന്ന് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ അമ്മേനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും നടക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദുർഗാദേവിയോട് അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കാൻ പറഞ്ഞിട്ട് അവൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ സൗദാമിനി അനിരുദ്ധിനോട് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ പറയാണ്, നിന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, നീ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് സഹിക്കുന്നത്, അവളുടെ ഈ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്, രാത്രി നിനക്ക് ഉറക്കമില്ല, മാത്രമല്ല അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ബെഡ്ഷീറ്റ് വരെ നീ കഴുകി കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, ഇനി എൻ്റെ അച്ഛൻ ഇവിടെ എന്നെ പിടിച്ചു വെച്ചേക്കാണെന്ന് അവൾ നോണ പറയാണ്. കാരണം അവൾക്ക് ശരിക്ക് ബൊന്തനെ വീട്ടിൽ നിന്ന് പുറത്താക്കാണ് വേണ്ടത്, അവൾ വന്നാൽ ബൊന്തനെ എണിപ്പിക്കേണ്ടി വരില്ലേ, അവളുടെ ബാത്റൂമിലേക്ക് കൊണ്ടാക്കേണ്ടി വരില്ലേ, അപ്പോൾ അവളുടെ ഈ കേട് മാറുമല്ലോ, അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് അവൾ വരാതിരിക്കുന്നത്. പക്ഷേ അവൾ പറയുന്നത് അനിരുദ്ധിനോട് അച്ഛൻ വിടുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഗ്രാമഫോണിൽ വെച്ച് ആ മ്യൂസിക് ഓഫ് ആവുന്നത്. ആ മ്യൂസിക് ഓഫ് ആവണതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ ബോന്തിനെ അവളിന് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി വിളിക്കാനുള്ള അലറായിട്ട് വെച്ചേക്കില്ല മ്യൂസിക്. അപ്പോൾ നിന്നപ്പോൾ അവൻ സൗദാമിനിയോട് പറയണം, എനിക്ക് ബോന്തിനെ വിളിക്കാനുള്ള നേരമായി, നീ ഈ ഫോൺ വെക്കുക, ഞാൻ അവളെ പോയിട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോൺ വെച്ചിട്ട് അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഇവള് ഈ രാത്രി എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവൻ ആകെ അവിടെ തിരയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ ഒക്കെ നോക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കിയിട്ട് വരുമ്പോഴാവും അവന് അടിയിൽ അവളൊരു വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ടാവുക. ഒപ്പം ആ മന്ത്രവാദി അവളെ അടിക്കാൻ വേണ്ടിയിട്ട് ചാട്ടവാറിങ്ങനെ ഉയർത്തുന്നതും അവൻ പറയാണ്, നിർത്ത്, ബോന്തിതേൻ്റെ മേത്ത് കൈ വെക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ഓളിടുന്നുണ്ട്. എന്നിട്ട് അവന് അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ബോന്തിതോട് ഇങ്ങനെ അവൻ വരുന്ന സമയം കൊണ്ട് അയാൾ ചോദിക്കുന്നുണ്ട്, ഇതാരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഇത് എൻ്റെ ഭർത്താവാണ്, ആൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, ആൾക്ക് ഇതിലൊന്നും തീരെ വിശ്വാസമില്ല, നിങ്ങൾ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല ആളെന്നിങ്ങനെ അവൾ കണ്ണടച്ചിട്ട് തന്നെ ആ മന്ത്രവാദിയോട് അവൾ പറയാണ്. അപ്പോൾ മന്ത്രവാദിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് വന്നതും ആള് ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഓടുമ്പോൾ അനിരുദ്ധ് അവിടെ കിടക്കണം വടി എടുത്തിട്ട് ആളുടെ മേത്തേക്ക് നല്ല എറിയുന്നുണ്ട്. ആൾക്കത് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ആൾ അവിടുന്ന് ഓടുകയാണ്. എന്നിട്ട് അവൻ ബോന്തിതോട് പറയാണ്, നീ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നിന്ന്, നല്ല തണവുള്ള വെള്ളമാണ്, അത് ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ അവൾ പറയാണ്, എനിക്കിത് 2 മണിക്കൂറുണ്ട് ഇതിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞല്ലാണ്ട് നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, നിനക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ നന്നായി ചീത്ത പറയുന്നുണ്ട്. ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അവൾ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് അവൻ കാണുക, അവളുടെ കയ്യുമ്മ ആ ത്രിലോചൻ കൊടുത്ത് സാധനം കെട്ടിയിട്ട് അതുമൊന്നും ഇങ്ങനെ ചോര വരുന്നത് അവൻ കാണുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഇത് മര്യാദക്ക് ദൂരെ ആ കെട്ടിയ സാധനം ഊരാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവളത് ഊരിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിനക്ക് ആരാ കിട്ടിത്തന്ന്, ഇതിൻ്റെ ഉത്തരവാദി ആരാ, ഇതൊക്കെ ചെയ്യണത് ആരാന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ നിന്ന് വിറക്കുന്നത് കാണുമ്പോൾ അവൻ അപ്പുറത്ത് നിന്ന് ഒരു പുതപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ട് പുതച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവളോട് ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല, അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, ബിഹാരി വന്നിട്ട് അവനെ തടഞ്ഞതും ഇങ്ങോട്ട് വരാൻ്റെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവനെ തടഞ്ഞില്ലേ, അവനോട് വരരുത്, ഇവിടെ ത്രിലോചൻ ധ്യാനത്തിലാണെന്നൊക്കെ പറഞ്ഞതൊക്കെ അവൻ ആലോചിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ബിഹാരി ഇതിൻ്റെ പിന്നിലുണ്ടല്ലേ എന്നിങ്ങനെ അവൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ സൗരഭിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ സൗരഭിന് സ്വന്തം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ദുഷ്ടത്തിയായിട്ടുള്ള 2 വരികയാണ്. എന്നിട്ട് ആൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് മോശപ്പെട്ട ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടേക്ക് എന്നിട്ട് ആളെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് സമ്പൂർണ്ണ വരികയാണ്. എന്നിട്ട് ഒളിച്ചിട്ട് നല്ല ഫുഡ് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇത് നീ എനിക്ക് കൊടുന്ന് തന്നത് കണ്ടാൽ ആൾ നല്ല ദേഷ്യപ്പെടുന്നു പറയുമ്പോൾ അപ്പോൾ സമ്പൂർണ്ണ പറയാണ്, അമ്മനെ പോലെ എത്ര നല്ല അമ്മേനെ എനിക്കിനി കിട്ടാനില്ല, അമ്മ എനിക്ക് വേണ്ടിയിട്ട് ആ
മാല തന്നില്ലേ എനിക്ക്, ആ ആടുകളെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മാലകൾ തന്നില്ലേ, എൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അങ്ങനെ തന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കൊടുന്നു തന്നത്, എനിക്കിതുകൊണ്ട് ചീത്ത കേട്ടാലും പ്രശ്നമില്ല എന്ന് അവളിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ അധിഷ്ഠിതയായിട്ടുള്ള രണ്ടാനമ്മ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് മനസ്സിലാവുകയാണ് സത്യങ്ങളെല്ലാം സമ്പൂർണ്ണം അറിഞ്ഞ് ഇവർ രണ്ടുപേരും ഒന്നായി എന്ന് ആ സ്ത്രീ അറിയുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, ഇത് എന്തായാലും ഞാൻ നടക്കാൻ സമ്മതിക്കില്ല, നിങ്ങളെ ഇതിനുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നേ ചെയ്യും, ബുദ്ധിമുട്ടിക്കും എന്നിങ്ങനെ ആ സ്ത്രീ അവിടെ നിന്ന് പറയാണ്. ബോധിതേനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അനിരുദ്ധ അവളോട് പറയാണ്, നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ആരാന്ന് എനിക്ക് മനസ്സിലായി, നിന്നെ വേദനിപ്പിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി, നീ എൻ്റെ കൂടെ വായോ എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, നിന്നെ വേദനിപ്പിച്ചവരനെ കൊണ്ട് തന്നെ നിന്നോട് മാപ്പ് ചോദിപ്പിക്കണം, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിന്നോട് വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവൾ പറയാണ്, ഞാൻ വരില്ല, എനിക്ക് വീട്ടിൽ ഇനിയൊരു തല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല, എനിക്ക് തീരെ താല്പര്യമില്ല, നിങ്ങൾ ഇനി വീട്ടിൽ തല്ലുണ്ടാക്കരുത്, എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരുപാട് തല്ലിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സഹതാപത്തോടെ ഇങ്ങനെ അനിരുദ്ധ അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് അവൾക്ക് വേദനിക്കേണ്ടി വന്നെന്നുള്ള മൈൻഡാണ് അവന്. അനിരുദ്ധ് ഇങ്ങനെ ആ മന്ത്രത്തകിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല ബോന്തിത എന്ന് പറഞ്ഞിട്ട് അവന് ഓടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് ബിഹാരി ഉറങ്ങുന്നത്. എന്നിട്ട് ബിഹാരിനെ അവന് നന്നായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി എണീക്കുന്നില്ല, ഇങ്ങനെ കൂർക്ക വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവന് അപ്പുറത്തിരിക്കണ വെള്ളം എടുത്തിട്ട് ബിഹാരീൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ബിഹാരി പെട്ടെന്ന് സുനാമി വന്നേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് ബിഹാരിയോട് പറയാണ്, ഈ മന്ത്രത്താക്കിയിട്ട് ആരാണ്, ഇത് എവിടെ നിന്ന് വന്നു, ഇതാരാണ് ഇതൊക്കെ കെട്ടിക്കൊടുത്തതെന്ന് പറയുമ്പോൾ ബിഹാരി ഇങ്ങനെ ആദ്യം നന്നായിട്ട് പേടിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധ ആരാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ബിഹാരി പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഹാളിലൊക്കെ ഇങ്ങനെ ബിഹാരി ഓടുമ്പോൾ പിന്നാലെ അനിരുദ്ധും വട്ടം കറങ്ങിയിട്ട് അവർ രണ്ടാളും തമ്മിൽ ഇങ്ങനെ ഒളിച്ചു കളിയില്ലേ, അതേപോലെയൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് പിന്നാലെ ബിഹാരിയുടെ അനിരുദ്ധ. എന്നിട്ട് അനിരുദ്ധ പറയാണ്, സത്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നിന്ന് നല്ല അടി കിട്ടും, ബിഹാരി ആരാന്ന് പറയുമ്പോഴേക്കും അവർക്ക് ത്രിലോചൻ ഓടി വരികയാണ്. ത്രിലോചൻ പറയണത്, ഇതെന്താണിത്, ഇത് വല്ല തിയേറ്റർ ആണോ, നിങ്ങളിങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഈ രാത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അനിരുദ്ധ പറയാണ്, ഈ മന്ത്രത്താക്കിയിട്ട് ആരാ ഇതൊക്കെ കെട്ടിക്കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ബിഹാരി ത്രിലോചനോട് പറയുന്നുണ്ട്, അനിരുദ്ധിനെല്ലാം മനസ്സിലായി, ഈ മന്ത്രത്താക്കിൻ്റെ കാര്യവും പിന്നെ മന്ത്രവാദത്തിനെ കൊടുന്നില്ലേ, അപ്പോൾ ആളുടെ കാര്യമൊക്കെ അനിരുദ്ധിന് മനസ്സിലായി എന്ന് പറയുമ്പോൾ ത്രിലോചൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ത്രിലോചൻ പറയാണ്, അവത് പറഞ്ഞോണ്ട് എന്താ, ഇതിപ്പോൾ അവളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്, അല്ലാണ്ട് മോശത്തിനല്ലല്ലോ, മന്ത്രവാദം ചെയ്ത് അവളുടെ ചീത്ത സ്വഭാവം മാറാൻ വേണ്ടിയിട്ടല്ലേ, ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ ത്രിലോചൻ പറയുന്നുണ്ട്. അനിരുദ്ധ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, നിങ്ങളൊക്കെ എന്തിനാണ് ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നത്, ആ ഒന്നും അറിയാത്ത ചെറിയ കുട്ടിയാണ് അവള്, എന്നിട്ട് അവളിനെ 2 മണിക്കൂർ ആ വെള്ളത്തിൽ നിർത്തിയിട്ട് ഇപ്പം അവൾ വിറക്കുകയാണ് നിന്നിട്ട്, അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായ, അവളുടെ ഈ ശീത സ്വഭാവം മാറിയ ഇല്ലല്ലോ, ഇങ്ങനെ വേദനിപ്പിക്കണോണ്ട് എന്ത് മാറ്റാണ് ഉണ്ടാവുന്നത്, ഇതൊക്കെ മാറുന്നു തോന്നുന്നുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് ചോര വന്നിരുന്നു ഇതൊക്കെ കെട്ടിയിട്ട്, അപ്പോൾ വേദനിപ്പിക്കണോണ്ട് ഇതൊക്കെ മാറുന്നു തോന്നുന്നുണ്ടാന്നിങ്ങനെ ചോദിക്കുകയാണ് അനിരുദ്ധ് ത്രിലോചനോട്. അപ്പോൾ ബിഹാരി അപ്പുറത്തുനിന്ന് പറയാണ്, ഇതേ ചോദ്യമാണ് ബോന്തിത ത്രിലോചനോട് ചോദിച്ചത്, അപ്പോൾ ത്രിലോചൻ മുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവളോട് എന്ന് പറയുമ്പോൾ ത്രിലോചന് ബിഹാരിനെ നല്ല ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അനിരുദ്ധിൻ്റെ അച്ഛൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അനിരുദ്ധിനോട്. അപ്പോൾ അവനും നന്നായിട്ട് അച്ഛനോട് ഇങ്ങനെ മറുപടി നൽകുന്നുണ്ട്. എന്നിട്ട് അവൻ എല്ലാവരോടും കൂടി പറയാണ്, ഞാൻ എന്തായാലും നാളെ ബോന്തിതേനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, അവൾക്ക് ഇതിനുള്ള പരിഹാരം മരുന്ന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ്, എന്തായാലും ഇനി നിങ്ങളാരും ബോന്തിതയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല, ആ കുട്ടീനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ട് അവൻ എല്ലാവരോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ത്രിലോചന ആലോചിക്കുന്നുണ്ട്, അവൻ എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പാടില്ല അവളേറ്റ്, അപ്പോൾ ഈ റോയ് ചൗധരി ഫാമിലിയുടെ തന്നെ ആകെ അഭിമാനമൊക്കെ പോകും, ആകെ നാണം കെടുന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛനെ ആലോചിക്കുന്നുണ്ട്, അവളിനെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കണം, അവനെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ അനുവദിച്ചു കൂടാന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുകയാണ്, അവളിങ്ങനെ നന്നായിട്ട് വിഷമിച്ചിട്ടിരിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ തോന്നുന്നുണ്ട്, ഇപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ബാൻഡേജൊക്കെ കെട്ടി തന്നിരുന്നില്ല, എൻ്റെ മുറിയുമ്മ ഇങ്ങനെ പറയുമ്പോഴേക്കും അനിരുദ്ധ് ഇങ്ങനെ ബാൻഡേജൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് പറയണ, നിനക്ക് ഞാൻ കെട്ടിത്തരില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയണേ, എൻ്റെ അമ്മ കെട്ടിത്തരുന്ന പോലെ ആവുമോന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അതേപോലെ ആവാൻ ശ്രമിക്കാലോ എനിക്ക് എന്നിങ്ങനെ അവളോട് പറയാണ്.
എന്നിട്ട് അവന് മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാൽ അവൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് എന്താ ബാൻഡേജ് കെട്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ പറയാണ് എൻ്റെ അമ്മ കെട്ടുന്ന പോലെ എന്തായാലും ആവില്ല എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ആവില്ല എന്ന് പറയുമ്പോൾ അവൾ പറയാണ് എൻ്റെ അമ്മ എനിക്ക് പാട്ടൊക്കെ പാടിത്തരും, വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്മ പാട്ട് പാടി തരാറുണ്ട്. ഇപ്പം എനിക്ക് പാട്ട് പാടി തരുമെന്ന് അവനോട് ചോദിക്കുമ്പോൾ പാടിത്തരാം, നീ കണ്ണടക്കാൻ പറയാണ് അവളോട്. അപ്പോൾ അവൾ കണ്ണടക്കുമ്പോൾ അവന് ഗ്രാമഫോൺ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിൽ പാട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടാളും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പാട്ടൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ അവൾക്ക് ആ ബാൻഡേജ് കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അവന് ബോന്തിത്തോട് നന്നായിട്ട് മാപ്പ് പറയുന്നുണ്ട്, നീ എങ്ങനെ ബോന്തിത്ത് എത്രമാത്രം വേദന സഹിച്ചത്, നീ ഒരുപാട് ബുദ്ധിമുട്ടിയില്ല, എന്നോട് ക്ഷമിക്ക് ബോന്തിത്താന്നിങ്ങനെ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് നിന്റെ മുഖം നോക്കിയിട്ട് നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ നിന്റെ അവസ്ഥ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ എന്നിങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയണം എൻ്റെ അമ്മയ്ക്ക് സാധിക്കും, എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ കൊണ്ടാക്കി തന്നോട്, എന്നാലും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ, എൻ്റെത് മാറൂല്ലോ എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട് അവനോട്. അപ്പോൾ അവൻ പറയാണ് നീ എന്താ എപ്പോഴും ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നത്, നീ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് നിന്റെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടില്ലേ കല്യാണം കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിലാണ് പെണ്ണുങ്ങൾ നിൽക്കുക എന്നിങ്ങനെ അവളോട് പറയുമ്പോൾ അവൾ പറയാണ് അതെന്താ പെണ്ണുങ്ങളെ വീട്ടിൽ എന്താ ചെക്കന്മാർക്ക് എന്താ നിൽക്കാൻ പാടില്ലേ എന്നൊക്കെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് നിന്നെ പോലെ കുറേ ചോദ്യങ്ങൾ എനിക്കും ഉണ്ട്, അതിനുള്ള ഉത്തരം ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ ഉത്തരം തേടിയിട്ട് അത് കിട്ടണ വരെ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അവളോട് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് നാളെ ഡോക്ടറെ അടുത്തേക്ക് പോകാനുള്ളതാണ്, അപ്പോൾ നീ എന്തായാലും ഇത് വേഗം കുടിച്ചിട്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ നല്ല വേദന ആണെങ്കിൽ എന്നോട് വന്ന് പറയിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. പിന്നെ രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ അനിരുദ്ധ് ഇങ്ങനെ എണീച്ച് വരുമ്പോൾ തന്നെ അനിരുദ്ധിൻ്റെ അച്ഛൻ ബിനോയ് ഇല്ലേ, ആള് ബോന്തിതയുടെ ആ ചീത്ത ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് അവൻ്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് പറയാണ് നീ ഇന്ന് ബോന്തിനെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നീ ഇത് ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നിങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. അച്ഛൻ്റെ വിചാരം ഇവൻ നീ വൃത്തിയാക്കില്ല, അന്ന് അങ്ങനെ വോമിറ്റ് ചെയ്തതിന് ശേഷം അവന് വൃത്തിയാക്കാൻ സാധിച്ചില്ലല്ലോ അവളുടെ ആ ബ്ലാങ്കറ്റൊക്കെ അവൻ വോമിറ്റ് ചെയ്തില്ല, അപ്പോൾ അവൻ ഇനി ഇത് വൃത്തിയാക്കില്ല എന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അനിരുദ്ധിനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്, നീ എന്തായാലും അവളുടെ ഇത് മാറ്റാൻ പോകുന്നില്ല, നീ ഉത്തരവാദിത്വം നീ നിനക്ക് നിറവേറ്റാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നന്നായിട്ട് അവനെ ചീത്ത പറയുന്നുണ്ട്. ബോന്തിയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ മാമാടെ ഇങ്ങനെ ഒരു പഞ്ഞി കൊടുന്ന് കൊടുത്തിട്ട് പറയാണ് ഇത് നിങ്ങൾ ചെവിയിൽ വെച്ച ഇത് നല്ലതാണ്, കാരണം ഇനി നിങ്ങളുടെ പെങ്ങളുടെ മോൾ ഇനി വീട്ടിലേക്ക് വരാൻ പോവാണ്, അപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് നമ്മളെ ചീത്ത പറയും, നോക്കിക്കോ ഒരു ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണ് വീട്ടിൽ വന്ന് നിന്ന് പറഞ്ഞിട്ട് നമ്മളെ ചീത്ത പറയും. എന്തുകൊണ്ടാണെന്നറിയോ, അവൾ ഇപ്പോൾ ആകെ മൂത്രം വെച്ച് വെക്കല്ലേ അവിടെ പോയിട്ട്, അപ്പോൾ അവർക്കൊന്നും ഇഷ്ടാവില്ല, അവളെന്തായാലും ഇപ്പം അടുത്ത് തന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു ഇങ്ങനെ മാമാട് പറയുന്നുണ്ട്. അത് ബോന്തിയുടെ അമ്മ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബോന്തിയുടെ അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറയാണ് ആളുടെ സങ്കടങ്ങളൊക്കെ. അപ്പോൾ മാമി വന്നിട്ട് അമ്മോട് പറയാണ് നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അവൾ വീട്ടിൽ വന്ന് നിൽക്കുക തന്നെ ചെയ്യുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിയുടെ അമ്മ അവിടുന്ന് പോകുമ്പോൾ മാമിനോട് പറയാണ് നീ എന്താ അവളുടെ കാര്യം മാത്രം ഇങ്ങനെ ആലോചിക്കണം, നമ്മളുടെ സമ്പൂർണ്ണയുടെ 5 ആടുകൾ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല സ്ത്രീധനായിട്ട്, അപ്പോൾ അവളിനെയും ഇനിയിപ്പോൾ ചവിട്ടി പുറത്താക്കാൻ പോകുമെന്ന് പറയുമ്പോൾ മാമി മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അത് ശരിയാണ്, ഇനിയിപ്പോൾ അവളിനെ പുറത്താക്കുമോ എന്ന് പറഞ്ഞിട്ട് മാമി ടെൻഷൻ അടിച്ചിട്ട് ആകെ നിൽക്കുന്നുണ്ട്. അനിരുദ്ധിനെ തന്നെയാണ് കാണിക്കുന്നത്. അനിരുദ്ധ അങ്ങനെ ബ്ലാങ്കറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവന് ഛർദ്ദിക്കാൻ വേണ്ടി വന്നിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ്റെ ഒക്കെ വിചാരം അവന് പോയി അവനിതൊന്നും നടത്താനേ പറ്റില്ല, അവന് ഉത്തരവാദിത്തങ്ങളൊന്നും നടത്താനേ പറ്റില്ല എന്നൊക്കെ കൊണ്ട് ത്രിലോചനോട് പറഞ്ഞിട്ട് അവർ രണ്ടാളും നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അനിരുദ്ധ് ബക്കറ്റും പിന്നെ അത് ആ ബ്ലാങ്കറ്റ് കഴുകാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവരാകെ ഞെട്ടാണ്, കാരണം അവർ വിചാരിച്ച അനിരുദ്ധ് ഇതൊന്നും ചെയ്യില്ല എന്ന്. പക്ഷെ അനിരുദ്ധ് വന്നിട്ട് പറയാണ് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നിറവേറ്റാൻ അറിയാം, ഞാൻ അവളുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം, നിങ്ങൾ ആരും നോക്കണ്ട പറഞ്ഞിട്ട് അവൻ എന്നെ അത് തുടക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ആ ബ്ലാങ്കറ്റൊക്കെ അവന് നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നിന്നിട്ട് അവൻ അച്ഛനോട് പറയാണ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നാട് നന്നാക്കണേക്കാളും മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ അതിനുള്ള തുടക്കം ഞാൻ കുറിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ബോനിതയുടെ എല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പബ്ലിക് ബാത്റൂം ഞാൻ പണിയാൻ പോവല്ലേ, അപ്പോൾ അതിന് ബാധകമായിട്ട് ഞാൻ ഇപ്പോൾ ഒരു വൃത്തിയുള്ള ഒരു കാര്യം ഞാൻ ചെയ്തേക്കാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ അപമാനിക്കുകയാണ്. പിന്നെ അനിരുദ്ധും ബോധിയും ഡോക്ടറെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് സൗദാമിനി വരികയാണ്. എന്നിട്ട് സൗദാമിനിയോട് അനിരുദ്ധ് പറയുന്നുണ്ട് നീ പ്രാർത്ഥിക്ക് എല്ലാം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോധിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്, കാരണം അവളുടെ വിചാരം എല്ലാവരും അവളെ നോക്കി ചിരിക്കുമല്ലോ, അതൊക്കെ ഡോക്ടർ കാണിച്ചാൽ എല്ലാവരും അറിയുമല്ലോ, നാട്ടുകാരൊക്കെ അറിയുമെന്നിങ്ങനെ അവൾ ആലോചിക്കുന്നുണ്ട്. അനിരുദ്ധ അവിടുന്ന് നീങ്ങി നിൽക്കുമ്പോൾ അവൾ സൗദാമിനോട് പറയുന്നുണ്ട് എന്നെ എങ്ങനെയും രക്ഷിക്ക്, ഇതിപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണ്ട, എല്ലാവരും എന്നെ നോക്കി ചിരിക്കില്ലേ എന്നൊക്കെ സൗദാമിനോട് അവൾ പറയുന്നുണ്ട്.
ഞാനിരുന്ന് ഓരോ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ ഒരിക്കലും നാണക്കേട് വിചാരിക്കരുത്. നീ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. നിന്റെ പ്രശ്നങ്ങളെല്ലാം ഡോക്ടറോട് തുറന്നു പറയണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നീ ഒരിക്കലും മിണ്ടാതെ ഇരിക്കരുത്. എല്ലാം തുറന്നു പറയണമെന്ന് അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, നിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് നീയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നീ ഒരിക്കലും അത് പാഴാക്കാൻ പാടില്ല. നീ നിന്റെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയണം. നീ ഒരിക്കലും പേടിക്കാൻ പാടില്ല. പേടിച്ച് നിൽക്കരുത് ബോന്തിത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശങ്ങൾ അവൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകാനാണ് കാണിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ ബോന്തിത്തേനെ പുറത്തിരുത്തിയിട്ട് പറയാണ്, നീ ഇവിടെ ഇരിക്കും, ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് ഡോക്ടറോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ്, പേര് ബോന്തിത്തയാണ്, വയസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ബോന്തിത്തേനെ സൗദാമിനി അവിടെ വന്നിട്ട് ഇങ്ങനെ ഒളിച്ച് നിന്നിട്ട് വിളിക്കുന്നത്. അപ്പോൾ ബോന്തിത്ത അവളുടെ കൂടെ പോകുന്നുണ്ട്. പുറത്ത് നിന്നിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ സൗദാമിനി അവളോട് പറയാണ്, നീ ഇതിന് ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. നീ ഒളിച്ചു നിൽക്കണം, ഇല്ലെങ്കിൽ നീ ആകെ നാണം കെടേണ്ടി വരും എല്ലാവരുടെ മുമ്പിലും. നിന്നെ നോക്കിയിട്ട് എല്ലാവരും ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സൗദാമിനി അവളിനെ പിന്നെയും വിഷമിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. നാട്ടുകാരൊക്കെ അവളിനെ നോക്കി ചിരിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ ഭാര്യേനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യേനോട് കൊണ്ടുപോയി, എന്നാലേ എനിക്ക് മരുന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അഴുത് പറയണ, ഞാനിപ്പോൾ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി നോക്കുമ്പോൾ അവിടെ ബോന്തിത്തേനെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ സൗദാമിനി ആണെങ്കിൽ ബോന്തിത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ബോന്തിത്തേനെ വിളിച്ചിട്ട് അനിരുദ്ധ് വരുന്ന ആ സമയത്ത് തന്നെ സൗദാമിനി അവിടെ പോയി വിളിക്കുക. എന്നിട്ട് ബോന്തിത്തേനെ ഒരു രഥം പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവളെ ഒളിപ്പിക്കുന്നുണ്ട് സൗദാമിനി. അങ്ങനെ അനിരുദ്ധ് വന്നിട്ട് ബോന്തിത്തേനെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തിയോട് ചോദിക്കണം, നിന്നെ ആരാണ് സഹായിക്കുന്നത്? ആരാന്നൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്, ആരോ അവളെ സഹായിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ പറയാണ് ആരാന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നില്ല. അപ്പം എന്നിട്ട് അവനിങ്ങനെ അവിടെ ഒക്കെ തിരഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കാണുന്നുള്ള അവിടെ എത്തിയപ്പോഴേക്കും ബോന്തിത്തെ ശബ്ദം ഉണ്ടാക്കുകയാണ്, അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എന്താന്ന് പോയി നോക്കുമ്പോൾ ഉണ്ടാവും അവൾ പറയാണ്, അയ്യോ എൻ്റെ കാൽമ മുള്ള കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പിന്നെ അവളെ ആരാന്ന് നോക്കാതെ അവളെ കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഡോക്ടറുടെ മുമ്പിൽ ബോന്തിത്ത ഇങ്ങനെ തല താത്തിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, നീ പേടി കൂടാതെ ഡോക്ടറുടെ എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നീ തുറന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ്സ് അവസാനിക്കുന്നത്. അപ്പോൾ 3 എപ്പിസോഡ്സ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്താണെന്ന് അഭിപ്രായം അറിയിക്കുക. അത്ര നന്നായിട്ടൊന്നും ഇല്ലയെന്നറിയാം, എന്നാലും എന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.